പ്രേം നസീർ അവസരങ്ങൾക്ക് വേണ്ടി നടന്മാരുടെ വീട്ടിൽ കയറിയിറങ്ങിയെന്ന പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ നടൻ ടിനി ടോം പ്രേം നസീറിനെ പോലൊരു മഹത് വ്യക്തിത്വത്തെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ടിനി ടോം പറഞ്ഞു. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ്? ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. റിനു, പരാമർശം, വിവാദം, മാപ്പ്. ടിനി ടോമിന്റെ വേർഷൻ വളരെ ക്ലിയർ ആണ്. എന്താണ് സംഭവിച്ചത്? സുഹൈൽ, ഈ അടുത്തിടെയാണ് ഈ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത്. അതായത് നിത്യഹരിത നായകനായിട്ടുള്ള പ്രേം നസീർ അവസാന കാലഘട്ടത്തിൽ ഒരു അവസരത്തിനു വേണ്ടി ബഹദൂറിൻ്റെയും അതുപോലെ തന്നെ അടൂർ ഭാസിയുടെയും ഒക്കെ വീട്ടിൽ ചെന്നിരുന്ന് കരയാറുണ്ട് എന്നുള്ളതാണ് ഒരു അഭിമുഖത്തിൽ ടിനി ടോം പറഞ്ഞത്. ഇത് വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ വിവാദത്തിന് വഴിവെച്ചിരുന്നു. സീനിയർ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ടിനി ടോമിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിന് ഒരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശം ടിനി ടോം നൽകിയിരിക്കുന്നു. ലെജൻഡാണ് പ്രേം നസീർ. ഒരിക്കലും മലയാള സിനിമയ്ക്ക് പകരം വെക്കാനാകാത്ത ഒരാൾ കൂടിയാണ്. താൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ താരം തന്നോട് പങ്കുവെച്ചൊരു കാര്യം ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ഒരു വിവാദമാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത്തരമൊരു മനോവിഷമം ഉണ്ടാക്കിയെങ്കിൽ അതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തന്നോട് ഒരു സീനിയർ താരമാണ് ഇത് ഷെയർ ചെയ്തത്. പക്ഷേ ഈ വിവാദത്തിന് ശേഷം ഇക്കാര്യം അദ്ദേഹം നിരസിക്കുന്നുണ്ടെന്നും ടിനി ടോം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത നടൻ, മലയാള സിനിമയുടെ ദൈവമാണ് എന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു മോശമായി മനസ്സിൽ കൊണ്ടെങ്കിൽ അതിൽ മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ടിനി ടോം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിട്ടുള്ളത്. സുഹൈൽ, സോഷ്യൽ മീഡിയ സെൻസേഷനുകളുടെ കാലത്ത് അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ച് വിവാദമുണ്ടാക്കുന്നത് പതിവാവുകയാണ്. ഇത്തരത്തിലൊരു വിവാദത്തിലാണ് ടിനി ടോമിന്റെ വിശദീകരണം.